ورحمة الله وبركاته. الحمد لله رب العالمين الذي يعلم ما فوق السماء وما تحت الثرى ولا يغيب عن علمه دبيب النمل في الليل إذا سرى. سبحت له السماوات السبع وأملاكها وسبحت له النجوم وأفلاكها وسبحت له الأرض وسكانها وسبحت له الأنهار وأسماكها وسبحت له البحار وهيتانها وإن من شيء إلا يسبح بحمده ولكن لا تفقهون تسبيحهم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة وسلاما دائمين متلازمين إلى يوم الدين. الصلاة والسلام عليك يا سيدنا يا رسول الله، قد بلغت الرسالة وأديت الأمانة ونصحت الأمة، فجزاك الله عنا خير ما جزى به نبيا عن أمتي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സമാദരണീയരായ വേദിയുടെ അധ്യക്ഷൻ ഷാർജയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനമായ ദഅ്വാ സെന്ററിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഷാർജ ഘടകം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാന്യനായ സുലൈമാൻ ഹാജി സാഹിബ്, ആദരണീയനായ ഈ വേദിയുടെ ഉദ്ഘാടകൻ UAE SKSSFന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ഷുഐബ് കോയ തങ്ങൾ, ബഹുമാന്യനായ ഷാർജ ദഅ്വാ സെന്ററിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഷാർജ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ അബ്ദുള്ള സാഹിബ് ചലരി, ബഹുമാന്യനായ എന്റെ പ്രിയങ്കരനായ സുഹൃത്ത്, ബഹുമാന്യനായ പണ്ഡിതനും ആത്മീയും, ഷാർജയിലെ UAE അല്ലെങ്കിൽ അതിനപ്പുറത്തും സുന്നത്ത് ജമാഅത്തിന്റെ പ്രൗഢ ശബ്ദമായ ബഹുമാന്യനായ ഖലീലുർ റഹ്മാൻ കാശിഫി, ഈ സദസ്സിൽ സന്നിഹിതരായ ബഹുമാന്യനായ എന്റെ പ്രിയങ്കരനായ സുഹൃത്ത്, ദാറുൽ ഹുദക്ക് വേണ്ടി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എപ്പോഴും സഹകരിക്കുകയും ഓടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മൊയ്തു സാഹിബ് CC, ഈ സംരംഭം ഇവിടെ സംഘടിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ബഹുമാനനായ അബ്ദുൽ ഖാദിർ സാഹിബ്, എന്റെ പ്രിയങ്കരനായ സുഹൃത്ത്,
ഷാർജ ഹാദിയ ഘടകം സെക്രട്ടറി പ്രിയങ്കരനായ ജംഷാദ് ഹുദവി, ഷാർജ SKSSFന്റെ ബഹുമാന്യനും പ്രിയങ്കരനുമായ സെക്രട്ടറി ഫൈസൽ ഈ സംരംഭത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ബഹുമാന്യനായ റംസി, ബഹുമാന്യനായ ഖാദിർക്ക, ബഹുമാന്യനായ ആബിദ് യമാനി, സുലൈമാൻ ബാവ, ഇനിയും ഒരുപാട് പേരെടുത്ത് പറഞ്ഞാലും ഈ സദസ്സ് പൂർണ്ണമാകുമോ എന്ന് ഭയന്നുകൊണ്ട് എല്ലാവരെയും പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിൽ കൈവച്ച് സന്തോഷിക്കണം. ഈ സംരംഭം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്, പ്രതിഫലാർഹമാണ്. എന്റെ മുമ്പ് സംസാരിച്ചവർ പറഞ്ഞ പോലെ ഇവിടെ ഹാദിയ പ്രോഗ്രാം സംഘടിപ്പിച്ചാലും SKSSF സംഘടിപ്പിച്ചാലും ദഅ്വാ സെന്റർ സംഘടിപ്പിച്ചാലും SKSSFന്റെ ജില്ലാ കമ്മിറ്റികൾ സംഘടിപ്പിച്ചാലും മർക്കസ് സംഘടിപ്പിച്ചാലും പറയാനുള്ളവരും കേൾക്കാനുള്ളവരും കൂടാനുള്ളവരും ഒക്കെ നമ്മൾ തന്നെയാണ്. നമ്മളെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ലാമും അലിഫും ചേർന്ന് നിൽക്കുന്ന പോലെ നമ്മുടെ ആ ഈമാനിക ബാന്ധവം നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അത് ഷാർജയുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ വിനീതമായി പറഞ്ഞോട്ടെ, 1.5 വർഷം ദുബൈയിൽ ജോലി ചെയ്തിട്ടുണ്ട്, അബുദാബിയിലും ജോലി ചെയ്തിട്ടുണ്ട്, 2 വർഷത്തോളം. പക്ഷേ ഷാർജയുടെ ഈ ഒരു കെട്ടുറപ്പ് സംഘടനാ രംഗത്ത് നമ്മുടെ രാഷ്ട്രീയ വേദികളായാലും നമ്മുടെ മതവേദികളായാലും അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്നുള്ള നമ്മുടെ വളരെ സംഘടിതമായ ഈ രൂപമായാലും മറ്റു എമിറേറ്റുകളിൽ അതുണ്ടോ എന്ന്, കുറച്ച് കുറവാണോ എന്ന് സംശയം തോന്നിപ്പോകും. ഈ നമ്മുടെ ഐക്യം അല്ലാഹു എന്നും നിലനിർത്തട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഈ വേദി ഇവിടെ സംഘടിപ്പിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ ബഹുമാന്യനായ സുലൈമാൻ ഹാജി സാഹിബ്, അവരുടെ വീട്ടുകാരും അഹമഹമികയ ഖുർആൻ പറഞ്ഞ പ്രയോഗം വസാബിഖൂ ഇലൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുൻപന്തിയിൽ, ഞാനാണ് മുന്നിൽ എന്ന ബുദ്ധിയോടെ നിങ്ങൾ മത്സരിക്കണേ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ ഒരു ബുദ്ധിയോടെ ഈ സംരംഭത്തിന് അവർ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ഈ സൽക്കർമ്മം സ്വീകരിക്കട്ടെ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും സർവ്വ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുത്ത് പൂർത്തീകരിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഞാൻ ആമുഖം ഇനി നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇത് ഒരു തുടർ പഠനവേദിയായിരിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇന്ന് നാം വിശകലനം ചെയ്യാൻ പോകുന്ന വിഷയം ഹുബ്ബുല്ലാഹ്, അല്ലാഹുവിന്റെ സ്നേഹം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൽ ഹുബ്ബുൽ അഅ്ളം എന്നറിയപ്പെടുന്ന ഏറ്റവും മഹത്തമായ സ്നേഹമാണ് അല്ലാഹുവിന്റെ സ്നേഹം. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്,
അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു റബ്ബി വസലാമുഹു അലൈഹി അവർ പറഞ്ഞു, നിങ്ങൾ എന്നെ അനുധാവനം ചെയ്യണേ. അള്ളാഹുവിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, അള്ളാഹുവിനെ എങ്ങനെയാണ് ഇഷ്ടപ്പെടേണ്ടത്, അതിലൂടെ അള്ളാഹുവിന്റെ സ്നേഹം എങ്ങനെ കരഗതമാക്കാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് ലോകത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു. ആ മാർഗത്തിലൂടെയാണ് അള്ളാഹുവിന്റെ സ്നേഹം നാം കരഗതമാക്കേണ്ടത്. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ പിന്നെ അവന്റെ ദുന്യാവും ആഖിറവും രക്ഷപ്പെട്ടു കഴിഞ്ഞു. നാം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നോ എന്നതിലല്ല കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുക. അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അവിടേക്ക് നാം എത്തിപ്പെടണം. അതിനുവേണ്ടിയായിരുന്നു നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ, പൂർവസൂരികളായ പണ്ഡിതന്മാർ, അംബിയാക്കൾ, സഹാബത്ത് അവരൊക്കെ ശ്രമിച്ചിരുന്നത്. ഞാൻ ഓതി വെച്ച ഖുർആനിക സൂക്തം وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. സൂറത്ത് തഹരീം. ഇവിടെ ഈ സൂറത്തിൽ 2 വനിതകളെയാണ് ഖുർആൻ മുഅ്മിനീങ്ങൾക്ക്, സത്യസാക്ഷ്യം വഹിച്ച മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത് 2 വനിതകളെയാണ്. വേറെ എവിടെയും ഖുർആൻ പുരുഷന്മാരുടെ പേരെടുത്ത് പറഞ്ഞ് ഇവർ സത്യവിശ്വാസികൾക്ക് ഉദാഹരണമാണ് എന്ന് പറഞ്ഞിട്ടില്ല. 2 വനിതകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇവരാണ് സത്യവിശ്വാസികൾക്ക്. അവർ പുരുഷന്മാരായാലും ശരി, സ്ത്രീകളായാലും ശരി, ഈ 2 വിഭാഗത്തിനും ഖുർആൻ ഉദാഹരിച്ചത് 2 സ്ത്രീകളെയാണ്. ഒന്ന് ആസിയ ബിൻത് മുസാഹിം, അതാണ് ഫിർഔനിന്റെ ഭാര്യയായിരുന്ന ആസിയ റളിയല്ലാഹു തആല അൻഹ. രണ്ടാമത്തേത് മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവ് സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി. ഈ 2 സ്ത്രീകളെയാണ് ഖുർആൻ മുസ്ലിം ലോകത്തിന്, അത് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, മുസ്ലിം ലോകത്തിന് ഉദാഹരണമായി കാണിച്ചത്. അതിൽ നമുക്കൊരുപാട് പാഠമുണ്ട്. മഹദി ആസിയ റളിയല്ലാഹു തആല അൻഹ അവർ ജീവിച്ചത് ലോകത്ത് ഒരാൾക്കും ലഭിക്കാത്ത അത്രമാത്രം സുഖലോലുപതയിൽ ജീവിച്ച സ്ത്രീയായിരുന്നു അവർ റളിയല്ലാഹു തആല അൻഹ. നമുക്കറിയാം ഖുർആൻ പറയുന്നത് ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവ് ഫിർഔനോട് കൂടെ നൈൽ നദിയുടെ മുകളിൽ പണിയിപ്പിക്കപ്പെട്ട കൊട്ടാരത്തിൽ സുഖലോലുപരായി അവരിയ്ക്കുകയാണ്. ആ സമയത്താണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിഞ്ചു പൈതലാണ്. അവരെ പാക്ക് ചെയ്തിരിക്കുന്ന ഈ പെട്ടി നൈൽ നദിയിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത്. ആസിയ റളിയല്ലാഹു തആല അൻഹ അന റബ്ബുകുമുൽ അഅല, ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ രക്ഷിതാവ്, റബ്ബ്, ഇലാഹി എന്ന് പ്രഖ്യാപിച്ച ഫിർഔനോട് പറയുന്നു, സ്വന്തം ഭർത്താവിനോട് പറയുന്നു, ഭർത്താവേ ആ പെട്ടി എത്ര സുന്ദരമാണ്, അതൊന്ന് എടുത്തു നോക്കൂ. ഫിർഔൻ ഭൃത്യന്മാരോട് കൽപ്പിക്കുന്നു, പെട്ടി കൊണ്ടുവന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിഞ്ചു പൈതലാണ്, സുമുഖനായ സുന്ദരനായ പൈതൽ. അന്ന് ഫിർഔൻ ബനൂ ഇസ്രായേൽക്കാരിൽ ജനിക്കുന്ന സകല കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞിരുന്നു. കാരണം എന്താ? ഫിർഔന്റെ അധികാരം ബനൂ ഇസ്രായേലിൽ പിറന്നു വീഴുന്ന ഒരു കുട്ടി വലുതായി പിടിച്ചെടുക്കുമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു. ഈ കുട്ടിയെ കൊണ്ടുവരപ്പെട്ടു. ഫിർഔൻ പറഞ്ഞു കൊന്നുകളയണം. കാരണം എന്താ? നമ്മൾ ഇത് പേടിച്ചുകൊണ്ടാണ്, നമ്മുടെ അധികാരം ആരെങ്കിലും കൈയാളുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഇന്ന് ഈജിപ്തിലെ ബനൂ ഇസ്രായേലിലെ സകല കുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുന്നത്. പിന്നെ ഈ കുട്ടിയെ നമ്മൾ സംരക്ഷിച്ചാൽ, എന്റെ സഹധർമ്മിണി, ഈ കുട്ടിയെ എങ്ങാനും നമ്മൾ സംരക്ഷിച്ചാൽ ഈ കുട്ടി വളർന്ന് നമ്മുടെ അധികാരം പിടിച്ചെടുക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടണം. പക്ഷേ സ്വന്തം ഭാര്യയുടെ സ്നേഹത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഫിർഔനായില്ല. ആസിയ റളിയല്ലാഹു തആല വാശി പിടിച്ചു. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ
സ്വന്തം മക്കളെ പോലെ മക്കളില്ലാത്ത ഈ ദമ്പതികൾ കൊട്ടാരത്തിൽ രാജകീയമായ രീതിയിൽ വളർത്തി. അങ്ങനെയാണ് പിന്നീട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനാകുന്നത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായ ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നീ റസൂലുള്ളാഹ്. അല്ലാഹു ഏകനാണ്, ഞാൻ മൂസ അവന്റെ പ്രവാചകനാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കണേ എന്ന് ലോകത്തോട്, ബനൂ ഇസ്രായേലിനോട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിക്കുകയാണ്. ആദ്യകാലത്ത് തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അത്രമാത്രം ഇഷ്ടമായിരുന്ന ആസിയ റളിയല്ലാഹു തആല അൻഹ വിശ്വസിച്ചു. അവരുടെ വിശ്വാസം രഹസ്യമായിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ ഫിർഔൻ ഈ സംഭവം അറിയുകയാണ്. ഫിർഔൻ വളരെ സ്വകാര്യമായി ആസിയ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചു ചോദിച്ചു, ആസിയ, നിനക്ക് എന്നിൽ വല്ല വിശ്വാസക്കുറവുമുണ്ടോ? ആസിയ റളിയല്ലാഹു തആല അൻഹ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഭർത്താവേ, നിങ്ങളിൽ എനിക്ക് യാതൊരു വിശ്വാസക്കുറവുമില്ല. നിങ്ങൾ എന്റെ സ്നേഹനിധിയായ ഭർത്താവാണ്. അതല്ല ഞാൻ ചോദിച്ചത്. ഞാനാണ് അന റബ്ബുകുമുൽ അഅല, ഇവിടുത്തെ ഏറ്റവും വലിയ ഇലാഹ് ഞാനാണ് എന്ന കാര്യത്തിൽ നിനക്ക് സംശയമുണ്ടോ ആസിയ? പുഞ്ചിരിച്ചുകൊണ്ട് ആസിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഫിർഔൻ, എനിക്കും നിനക്കുമുള്ള ഒരു രക്ഷിതാവുണ്ട്. അവനാണ് ലോകത്തിന്റെ രക്ഷിതാവ്. അത് അല്ലാഹുവാണ്. അത് അല്ലാഹുവാണ്. ഞാൻ ആ രക്ഷിതാവിൽ വിശ്വസിച്ചിട്ടുണ്ട്. നീയും വിശ്വസിക്കണം. നീയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മൂസ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കണം എന്ന് സംശയലേശമന്യേ ഫിർഔനോട് പ്രഖ്യാപിക്കുമ്പോ അവിടെ വെച്ച് തന്നെ കിങ്കരന്മാരെ വിളിക്കുകയാണ്. എന്നിട്ട് ആസിയ റളിയല്ലാഹു തആല അൻഹയെ ചുട്ടുപഴുത്ത മണലിൽ കിടത്തിയിട്ട് ആക്രമിക്കുകയാണ് കിങ്കരന്മാർ. ഫിർഔൻ പറഞ്ഞു, അവരെന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അവരെങ്ങാനും ഒരു സുപ്രഭാതത്തില് ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ, ഫിർഔനാണ് ലോകത്തിന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ, ആ നിമിഷം, ആ സെക്കൻഡിൽ നിങ്ങൾ അക്രമം അവസാനിച്ച് എന്റെ അടുത്ത് കൊണ്ടുവരണം. കാരണം എന്റെ പ്രിയപ്പെട്ടവളാണവർ. പക്ഷേ ആസിയ റളിയല്ലാഹു തആല അൻഹ ഒരിക്കലും ഒരു ഇഞ്ച് പോലും, ഒരു തെല്ല് പോലും പിന്തിരിയാൻ സന്നദ്ധരായില്ല. എത്രത്തോളം എന്നോ ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം. ചുട്ടുപഴുത്ത ദണ്ഡുകൾ അവരുടെ പ്രൈവസിയുള്ള സ്ഥലത്ത് പോലും കേൾക്കുന്ന അവസ്ഥയുണ്ടായി. എന്നിട്ട് പോലും അവർ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മൂസ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചു. ദിവസങ്ങളോളം ഈ തീഷ്ണമായ പീഡനം തുടർന്നു. അങ്ങനെയാണ് ഒരു ഉച്ച സമയത്ത് ആസിയ റളിയല്ലാഹു തആല അൻഹ പീഡനം സഹിക്കവയ്യാൻ കഴിയാതെ, വേദന കടിച്ചിറക്കാൻ കഴിയാതെ റബ്ബിനോട് ദുആ ചെയ്തു, റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. ആസിയ റളിയല്ലാഹു തആല അൻഹയുടെ പ്രാർത്ഥന നാം ശ്രദ്ധിക്കണം. അവർ പ്രാർത്ഥിച്ചു, റബ്ബേ, എന്റെ രക്ഷിതാവേ അല്ലാഹുവേ, റബ്ബി ബിനി ഇൻദക ബൈതൻ, അല്ലാഹുവേ നിന്റെ അടുത്ത്, സ്വർഗ്ഗത്തിൽ എന്നല്ല പറഞ്ഞത്. ആദ്യം പറഞ്ഞത് സ്വർഗ്ഗത്തിൽ എന്നല്ല, അല്ലാഹുവും അവരുമായിട്ടുള്ള ബാന്ധവമായിരുന്നു അത്. അല്ലാഹുവും അവരുമായിട്ടുള്ള ഹുബ്ബായിരുന്നു അത്. അല്ലാഹുവും അവരുമായിട്ടുള്ള അടങ്ങാത്ത പ്രേമമായിരുന്നു അത്. റബ്ബി ബിനി ഇൻദക ബൈത, അല്ലാഹുവേ നിന്റെ അടുത്ത് എനിക്കൊരു വീട് പണിയണേ. റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്റെ അടുത്ത് എനിക്കൊരു വീട് പണിയണേ. വനജ്നി മിൻ ഫിർഔന വഅമലി, ഫിർഔനിന്റെ കിരാതമർദ്ദനങ്ങളിൽ നിന്ന് നാഥാ എന്നെ രക്ഷിക്കണേ. വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായി സമൂഹത്തിൽ നിന്ന് അല്ലാഹുവേ എന്നെ രക്ഷിക്കണേ. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, ഈ പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കേണ്ട സമയം, ആ നിമിഷം തന്നെ, ആ സെക്കൻഡിൽ തന്നെ ആകാശങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ഒന്നാം ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു, രണ്ടാം ആകാശത്തിന്റെ, അങ്ങനെ 7 ആകാശങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെട്ട് അർശ് കഴിഞ്ഞ്, കുർസി കഴിഞ്ഞ്, റബ്ബിന്റെ അടുക്കൽ സ്വർഗത്തിൽ പണിത മാളിക ആസിയ റളിയല്ലാഹു തആല അൻഹ കാണുകയാണ്. അത് കണ്ടുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മൂസ റസൂലുള്ളാഹ് എന്ന് ചിരിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ടവർ ലോകത്തോട് വിട പറഞ്ഞു.
അപ്പോഴാണത്രേ ഫിർഔന്റെ കിങ്കരന്മാര് പറഞ്ഞത്, അക്രം നിർത്തിക്കോളൂ, ആസിയാക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, ഇത്രമാത്രം തീക്ഷ്ണമായ പീഡനങ്ങൾ അനുഭവിച്ചിട്ട് ചിരിക്കുകയാണോ ഇവൾ റളിയല്ലാഹു തആല അൻഹ. അവർക്കുണ്ടോ അറിയുന്നു, ഇവർ റബ്ബിന്റെ അടുക്കൽ പണിയപ്പെട്ട സ്വർഗം കണ്ടുകൊണ്ട്, മാളിക കണ്ടുകൊണ്ടാ ചിരിച്ചത്, ഭ്രാന്തായിട്ടല്ല. ഈ മാളിക കണ്ടുകൊണ്ടാ ചിരിച്ചത്. മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറയുന്നു, ആ മാളിക കണ്ടുകൊണ്ടാ അവർ ലോകത്തോട് വിട പറഞ്ഞത്. ഇത് നമ്മൾ ഓർക്കണം. മഹദി ആസിയ റളിയല്ലാഹു തആല അൻഹ പ്രവാചകനായിരുന്നില്ല, പ്രവാചകന്റെ ഭാര്യയായിരുന്നില്ല. സാധാരണ ഒരു സ്ത്രീ, സാധാരണ നമ്മളെപ്പോലെ ഒരു സ്ത്രീ. പുരുഷന്മാരാണെങ്കിൽ മനസ്സ് കരുത്തുള്ളവരാണ്, ഒന്നുകൂടെ ഈ മാനിക വിഷയത്തിൽ മുൻപന്തിയിലുണ്ടാകുമെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ സോഷ്യൽ സ്റ്റാറ്റസിൽ സ്ത്രീകൾ, ലേഡീസ് ജെൻസിനെക്കാളും താഴെയാണെന്ന് സോഷ്യോളജി നമ്മെ പഠിപ്പിക്കുന്നു, സൈക്കോളജി നമ്മെ പഠിപ്പിക്കുന്നു. എങ്കിൽ ആസിയ ആ സ്ത്രീകളുടെ പ്രതിനിധിയായിരുന്നു. അവരെയാണ് എന്നിട്ട് ഖുർആൻ പറഞ്ഞത്, വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ വമർയം ബിൻത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ. അതുപോലെ മറിയം റളിയല്ലാഹു തആല അൻഹ, അവരെയും ഖുർആൻ ഉദാഹരിച്ചു. നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ആസിയ റളിയല്ലാഹു തആല അൻഹ ലോകത്ത് ഏറ്റവും സുഖലോലുപയായി ജീവിച്ച സ്ത്രീയാണ്. അന്നത്തെ ഏറ്റവും വലിയ രാജാവ് ഫിർഔനാണ്. അവന്റെ അപ്പുറം ഒരു രാജാവില്ല. അത്രയും സുഖലോലുപതയിൽ കുളിച്ചുകൊണ്ടാണ് അവർ വിശ്വസിച്ചത്. ആ സുഖമൊക്കെ വലിച്ചെറിഞ്ഞ് അല്ലാഹുവിന് വേണ്ടി ഒരു നിമിഷം പറഞ്ഞാൽ മതി, ഞാൻ ഫിർഔനെ അംഗീകരിക്കുന്നുവെന്ന്. ഇതെല്ലാം ഒഴിവായി രാജകൊട്ടാരത്തിലേക്ക് ഫിർഔൻ അവരെ മാടി വിളിക്കുകയാണ്. പക്ഷേ ഇല്ല, അല്ലാഹുവിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഫിർഔൻ അവർക്ക് പുല്ലുവിലയായിരുന്നു. അതെല്ലാം റബ്ബിന് വേണ്ടി അവർ സമർപ്പിച്ചു. ആസിയ റളിയല്ലാഹു തആല അൻഹ വിശ്വസിച്ച, സുദൃഢമായി വിശ്വസിച്ച ഈ റബ്ബ്, ആ അല്ലാഹു ഉണ്ടല്ലോ, അവനാണ് നമ്മുടെ റബ്ബ്. ആ അല്ലാഹു, ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ വഅഖിമിസ് സ്വലാത ലിദിക്രി. ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ഇന്നനി അനല്ലാഹ്. ആരാണ് അല്ലാഹു? ഞാനാണ് അല്ലാഹു. ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമുക്ക് ദിവസവും ഭക്ഷണം നൽകുന്ന, നമുക്ക് മാതാപിതാക്കളെ നൽകിയ, നമുക്ക് സന്താനങ്ങളെ നൽകിയ, നമുക്ക് ഭാര്യമാരെ നൽകിയ, നമുക്ക് എല്ലാം നൽകിയ അല്ലാഹു ഉണ്ടല്ലോ. ആ അല്ലാഹുവാണ് പറയുന്നത്, ഈ ആകാശവും ഭൂമിയും അടങ്ങുന്ന അണ്ടകടാഹത്തെ സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഏകനായ ദൈവം തമ്പുരാനായ അല്ലാഹുവാണ് പറയുന്നത്, ഇന്നനി അനല്ലാഹ്, ഞാനാണ് അല്ലാഹു, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറെ ഇലാഹില്ല, വേറെ ദൈവങ്ങളില്ല. ഫഅ്ബുദൂൻ, എന്നെ നിങ്ങൾ ആരാധിക്കണേ, എന്നോട് മാത്രം നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കണേ. അല്ലാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. ആ അല്ലാഹുവിലുള്ള വിശ്വാസം സുദൃഢമാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ വഴി തേടേണ്ട ആവശ്യമില്ല. കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ വഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. അതേത് അല്ലാഹുവാണ്, ഏത് റബ്ബാണ്? ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ. ഈ ആകാശഭൂമികൾ എന്ന് ഞാൻ പറയാൻ കാരണം, ഖുർആനിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ 7 ആകാശങ്ങളും 7 ഭൂമികളും ഉണ്ട്. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ, 7 ആകാശങ്ങളെ ഒന്നിന് മീതെ ഒന്നായി സൃഷ്ടിച്ചവനാണ് അല്ലാഹു. വമിനൽ അർദി മിസ്ലഹുൻ, ഭൂമിയെയും അതുപോലെ 7 സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ആ അല്ലാഹു ഉണ്ടല്ലോ, എല്ലാ സർവചരാചരങ്ങളും
എല്ലാ ജീവജാലങ്ങളും ആ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്, അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലുന്നവരാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്. എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. അവരെല്ലാവരും നാളെ ഈ ദൈവം തമ്പുരാനായ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ വരും. അത് തീർച്ചയാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ വരും. ലോകം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന ആളുകളാണ് നാം. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു റബ്ബി വസലാമുഹു അലൈഹി അവർ പറഞ്ഞു, ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കാത് അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നു, ഒരു കണ്ണും തിരിച്ചു വെച്ചിരിക്കുന്നു. അള്ളാഹു എപ്പോഴാണോ കാഹളത്തിൽ ഊതാൻ കൽപ്പിക്കുന്നത് അപ്പോൾ ഊതാൻ. അങ്ങനെ ഊതിക്കഴിഞ്ഞാൽ ونفخ في الصور فصعق من في السماوات والأرض. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഊതിക്കഴിഞ്ഞാൽ ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാരും സർവ്വ ചരാചരങ്ങളും മരിക്കുകയാണ്, സർവ്വ ജീവജാലങ്ങളും മരിച്ചു വീഴുകയാണ്. അത് കഴിഞ്ഞാൽ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാഹളം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അള്ളാഹു ചോദിക്കുമത്രേ, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു ചോദിക്കും ഇസ്രാഫീലിനോട്, ഇസ്രാഫീലെ ഇനി ആരൊക്കെയാണുള്ളത്? ഇസ്രാഫീൽ പറയും, അല്ലാഹുവേ അന വ അൻത, ഇനി ഞാനും നീയും മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ ആ രംഗൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും മരിച്ചുപോയി, എല്ലാവരും മരിച്ചുപോയി. ഒരീച്ച പോലും, ഒരു പ്രാണി പോലും ബാക്കിയില്ല, എല്ലാവരും മരിച്ചുപോയി. അള്ളാഹു ചോദിക്കുന്നു, ഇസ്രാഫീൽ ഇനി ആരൊക്കെയാണ് ബാക്കിയുള്ളത്? അല്ലാഹ് അന വ അൻത, ഞാനും നീയും മാത്രമേ അള്ളാഹുവേ ബാക്കിയുള്ളൂ. അള്ളാഹുവിന്റെ കൽപ്പന. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമും മരിച്ചു വീണു. അള്ളാഹു മാത്രമാണുള്ളത്. എവിടെയാണത്? നാം പറഞ്ഞല്ലോ, 7 ആകാശങ്ങൾ, 7 ഭൂമികൾ, അർശ്, കുർശ്, കുർസി, അല്ലാഹുവിന്റെ നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത, നമ്മുടെ ഈ ചെറിയ ഹൃദയത്തിൽ ചിത്രീകരിക്കാൻ പോലും കഴിയാത്ത അത്രമാത്രം വലിപ്പമുള്ള അല്ലാഹുവിന്റെ അർശ്, അതുപോലത്തെ സൃഷ്ടികൾ എല്ലാം തകർന്ന് തരിപ്പണമായി. അല്ലാഹു മാത്രമാണ് ബാക്കിയുള്ളത്. അള്ളാഹു ചോദിക്കുമത്രേ, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്ന് അധികാരം? ഫിർഔൻമാർ മരിച്ചു കിടക്കുന്നുണ്ട്, നമ്രൂദ്മാർ കിടക്കുന്നുണ്ട്, ബുഖ്തുനസർമാർ കിടക്കുന്നുണ്ട്, അഹങ്കാരികൾ കിടക്കുന്നുണ്ട്. അല്ലാഹു ചോദിക്കും, വൈനൽ ജബ്ബാറൂൻ വൈനൽ മുതകബ്ബിറൂൻ, എവിടെയാണ് ആ അഹങ്കാരികൾ, എവിടെയാണ് മുതകബ്ബിരീങ്ങൾ? ആരും മിണ്ടുന്നില്ല. അനല്ലാഹ്, ഞാനാണ് അല്ലാഹു. എന്നിട്ട് അല്ലാഹു പറയുമത്രേ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പറയുമത്രേ, ലിമനിൽ മുൽക്കുൽ യൗം. എന്നിട്ട് അല്ലാഹു ആവർത്തിച്ച് പറയുമത്രേ, അനൽ മലിക്, അനൽ മലിക്, അനൽ മലിക്, ഞാനാണ് രാജാവ്, ഞാനാണ് അധികാരി. എന്നിട്ട് അല്ലാഹു പറയുമത്രേ, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അധികാരം അടക്കി വാഴുന്ന അല്ലാഹുവിന് മാത്രമാണ്. അതാണ് അല്ലാഹു, അതാണ് അല്ലാഹു. ആ അല്ലാഹുവിനെയാണ് നാം ആരാധിക്കുന്നത്, ആ അല്ലാഹുവിനെയാണ് നാം സ്നേഹിക്കുന്നത്, ആ അല്ലാഹുവിനെയാണ് നാം സ്നേഹിക്കേണ്ടത്. അതിനുള്ള നമ്മുടെ മാർഗമാണ് ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു റബ്ബി വസലാമുഹു അലൈഹി, അവരെ നിങ്ങൾ അനുധാവനം ചെയ്യണം. അതിലൂടെ മാത്രമേ റബ്ബിന്റെ സ്നേഹം, അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് കരഗതമാക്കാൻ സാധിക്കുകയുള്ളൂ. ആ റബ്ബിലാണ് നാം തവക്കുലാക്കേണ്ടത്. ഫതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. നിങ്ങൾ ആരെ ഡിപ്പെൻഡ് ചെയ്താലും, ആരെ ആശ്രയിച്ചാലും, എത്ര വലിയ ബിസിനസ്സുകാരനായാലും ശരി,
എത്ര വലിയ ആരോഗ്യ ദൃഢഗാത്രനായാലും ശരി, എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ മണ്ണടിഞ്ഞു പോകും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. എല്ലാവരും നശിച്ചു പോകും. പക്ഷേ ഇന്നനി അനല്ലാഹ്, ആ അല്ലാഹു ഉണ്ടല്ലോ, അവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവൻ മാത്രമേ നമ്മുടെ രക്ഷക്കുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, ആ റബ്ബിലുള്ള വിശ്വാസം നമ്മൾ എത്രമാത്രം നമുക്ക് സാധിക്കുമോ അത്രമാത്രം നമ്മൾ സുദൃഢമാക്കേണ്ടതുണ്ട്. ദുന്യാവിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണത്. അത് ദുന്യാവാണെങ്കിൽ ദുന്യാവ് അങ്ങനെയായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു റബ്ബി വസലാമുഹു അലൈഹി അവർ പറഞ്ഞു, അദ്ദുന്യാ ഹുൽവത്തുൻ ഖദിറ, അദ്ദുന്യാ ഹുൽവത്തുൻ ഖദിറ. ഈ ദുന്യാവ് എത്ര സുന്ദരമാണ്, ഇത് സൗന്ദര്യമുള്ളതാണ്, പച്ച പിടിച്ചതാണ്. ഇവിടെ നിങ്ങൾക്ക് സുഖിക്കാനുള്ള എല്ലാം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ശൈത്താനെയും അല്ലാഹു പടച്ചിട്ടുണ്ട്. അദ്ദുന്യാ ഹുൽവത്തുൻ ഖദിറ ഫഇന്ന അല്ലാഹ തആല മുസ്തഖ്ലിഫുകും ഫീഹാ ഫയൻദുറു കൈഫ തഅമലൂൻ. അല്ലാഹു നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അവന്റെ പ്രതിനിധികളായി പറഞ്ഞയച്ചു. എന്നിട്ട് അല്ലാഹു വീക്ഷിക്കുകയാണ്, അല്ലാഹു നോക്കുകയാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന്. ആ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചാൽ, നമ്മൾ പറഞ്ഞ ആ ദിവസമുണ്ടല്ലോ, അന്ന് നമുക്ക് വിജയിക്കാൻ സാധിക്കും. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. നിങ്ങൾ നോക്കൂ, മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ 15-ാമത്തെ വയസ്സിൽ തന്റെ സഹോദരന്മാർ പിതാവായ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ നിന്നും അദ്ദേഹത്തെ തന്ത്രം പ്രയോഗിച്ച് കൊണ്ടുപോയി. അങ്ങനെ ഒരു കിണറ്റിൽ ഉപേക്ഷിക്കുകയാണ്. ഫലസ്തീനിലെ മദീനയിൽ നിന്ന് ഒരു കച്ചവട സംഘം ഈജിപ്തിലേക്ക് മടങ്ങുമ്പോൾ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കിണറ്റിൽ കിടക്കുന്നത് കാണുകയും അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ കൊണ്ടുപോകുകയും അന്നത്തെ രാജാവിന്റെ ധനമന്ത്രി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അടിമച്ചന്തയിൽ നിന്ന് 40 ദിർഹത്തിന് വാങ്ങുകയും ചെയ്തു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഭാര്യ സുലൈഖ അവരോട് പറഞ്ഞു, അക്രിമീ മത്വാ, ഈ കുട്ടിയെ നീ ആദരിക്കണം, ബഹുമാനിക്കണം, നമ്മുടെ സ്വന്തം മകനെ പോലെ ഈ മകനെ മനസ്സിലാക്കണം. അങ്ങനെ വളർത്തി വലുതാക്കി. പക്ഷേ മന്ത്രിയുടെ ഭാര്യ സുലൈഖ ലോകത്തെ ഏറ്റവും സുന്ദരനായിരുന്ന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരിൽ ആകൃഷ്ടരാകുകയാണ്. അങ്ങനെ ഒരു ദിവസം രാജാവിന്റെ ഭാര്യ അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാര്യ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആരുടെ വീട്ടിലാണോ അടിമയായി നിൽക്കുന്നത് അവിടുത്തെ വീട്ടുകാരി രാജ്ഞി ആരുടെ വീട്ടിലാണോ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഭൃത്യനായി അടിമയായി ജോലി ചെയ്യുന്നത് അവർ വിളിച്ചു, അവർ വാതിലുകൾ കൊട്ടിയടച്ചു. രാജ്ഞി സുലൈഖ വാതിലുകൾ കൊട്ടിയടച്ചു. മഹാനായ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നു, ഖുർആനിന്റെ ഈ പ്രയോഗം വാതിലുകൾ കൊട്ടിയടച്ചു, അഗ്ലഖത്തിൽ അബ്വാബ്, വാതിലുകൾ അടച്ചു എന്നല്ല പറഞ്ഞത്. അവിടെ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നു, 7ഓളം വാതിലുകൾ അടക്കപ്പെട്ടു. കൊട്ടാരത്തിന്റെ മെയിൻ ഗേറ്റ് അടക്കപ്പെട്ടു, മെയിൻ വാതിൽ അടക്കപ്പെട്ടു. അതിങ്ങോട്ട് കിടക്കുന്ന ഉള്ളിലോട്ട് കിടക്കുന്ന കൊട്ടാരത്തിന്റെ 2ാമത്തെ വാതിലുണ്ട്, അതും അടക്കപ്പെട്ടു. അവരുടെ കൽപ്പനയാൽ ഭൃത്യന്മാർ അടച്ചു. സ്ത്രീകളുടെ ഭാഗത്തേക്ക് വരുന്ന വാതിലുണ്ട്, അതും അടച്ചു. രാജ്ഞിയുടെ ഭാഗത്തേക്ക് വരുന്ന വാതിലുണ്ട്, അതും അടച്ചു. പ്രത്യേകമായിട്ട് രാജ്ഞിക്കുള്ള കിടപ്പറയിലേക്ക് കടക്കുന്ന വാതിലുണ്ട്, അതും അടച്ചു. കിടപ്പറയുടെ വാതിലും അടച്ചു.
രാജാവും രാജ്ഞിയും കിടക്കുന്ന പ്രത്യേകമായ റൂമിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ ഉള്ളിലും വാതിലുണ്ടത്രേ, അതും അടച്ചു. എന്നിട്ട് രാജ്ഞി പറഞ്ഞു, മന്ത്രിയുടെ ഭാര്യ പറഞ്ഞു, ഹൈതലക്, യൂസുഫേ, നിനക്ക് വേണ്ടിയാണടാ മോനെ ഞാൻ ഒരുങ്ങി വന്നിരിക്കുന്നത്. അതുകൊണ്ട് വാ, എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരണേ യൂസുഫേ. അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله. ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. ഈ വ്യഭിചാരത്തിൽ നിന്ന്, ഈ ദുഷ്ചര്യയിൽ നിന്ന് അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മത്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. എന്റെ റബ്ബ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അക്രമങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും വിജയിക്കുകയില്ല. അതുകൊണ്ട് റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. ولقد همت به وهم بها لولا أن رأى برهان ربي كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين. ولقد همت به സുലൈഖ രാജ്ഞി, മന്ത്രിയുടെ ഭാര്യ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവരുടെ ആശയുടെ നിർവൃത്തിക്ക് വേണ്ടി ആഗ്രഹിച്ചു പോയി. റബ്ബിന്റെ ബുർഹാനെങ്ങാനും കണ്ടിരുന്നെങ്കിൽ, റബ്ബിന്റെ ബുർഹാനെങ്ങാനും കണ്ടിരുന്നില്ല എങ്കിൽ, ഈമാനിന്റെ, ഇസ്ലാമിന്റെ, തഖ്വയുടെ ബുർഹാനെങ്ങാനും കണ്ടിരുന്നില്ല എങ്കിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമും സുലൈഖ ആഗ്രഹിച്ച പോലെ ആഗ്രഹിക്കുമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ ബുർഹാൻ കണ്ടു. അവിടെ ഒരുപാട് തഫ്സീറുകളുണ്ട്, അവിടേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അവരുടെ ഈമാൻ അവരെ സംരക്ഷിച്ചു. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബി കദാലിക ലിനസ്രിഫ അൻഹു السوء والفحشاء إنه من عبادنا المخلصين. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആത്മാർത്ഥതയുള്ള, ഈമാനുള്ള നമ്മുടെ പ്രിയപ്പെട്ട അടിമയായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു അവിടെ ബുർഹാൻ കാണിച്ചു കൊടുത്തത്. ഇവിടെ മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, ഒരാള് അള്ളാഹുവിനെ സദാ ഭയക്കുന്ന ആളാണെങ്കിൽ, കൃത്യമായി നമസ്കരിക്കുന്നു, കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്നു, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ, അങ്ങനത്തെ ഒരു അസന്നിഗ്ധമായ ഘട്ടം വന്നാൽ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് വന്ന പോലെ ഒരു ഘട്ടം വന്നാൽ അല്ലാഹു ബുർഹാൻ കാണിച്ചു കൊടുക്കും. അങ്ങനെ അവരെ രക്ഷിക്കും. ലൗലാ അൻ റആ ബുർഹാന റബ്ബി കദാലിക ലിനസ്രിഫ അൻഹു السوء والفحشاء ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. എന്നിട്ടോ واستبق الباب وقدت قميصه من دبر وألف يا سيدها لدى الباب. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കിടപ്പറയിൽ നിന്ന് ഓടി, സുലൈഖയും പിന്നാലെ ഓടി. രണ്ടുപേരും ഡോറിന്റെ അടുത്തെത്തിയപ്പോ രാജാവ് അവിടെ നിൽക്കുന്നുണ്ട്, അസീസ് അവിടെ നിൽക്കുന്നുണ്ട്. വാതിൽ തുറന്നപ്പോ അസീസിനെ കണ്ടു. സുലൈഖ ഓടിയത് എന്തിനാ? ഉള്ളിൽ നിന്ന് വാതിൽ ഒന്നുകൂടെ പൂട്ടാൻ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഓടിയതോ വാതിൽ തുറന്ന് ഓടിക്കളയാൻ. പക്ഷേ രാജാവ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. واستبق الباب وقدت قميصه من دبر وألف يا سيدها لدى الباب. രണ്ടുപേരും രാജാവിനെ കണ്ടു. രാജാവിനോട് രാജ്ഞി പറയുകയാണ്, നമ്മുടെ ഭൃത്യൻ എന്നെ പിടിക്കാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെ പിടിക്കാൻ വന്നവരെ ജയിലിൽ അടക്കണം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ കൊടുക്കണം. അപ്പോഴാണ് വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ ഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ وإن كان قميصه قد من دبر فكذبت وهو من الصادقين. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, സുലൈഖയുടെ സ്വന്തം അമ്മാവന്റെ മകൻ, ചെറിയ ശിശു, തൊട്ടിൽ കിടക്കുന്ന ശിശു അവിടെ കിടക്കുന്നുണ്ടായിരുന്നു രാജാവിന്റെ പ്രത്യേകമായ ഏരിയയിൽ. ഈ
തൊട്ടിൽ കിടക്കുന്ന പൈതൽ ഈ രംഗമൊക്കെ കണ്ടു. സംസാരിക്കാൻ കഴിയാത്ത പൈതൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിൽ വെച്ച് സംസാരിച്ച പോലെ ഈ പൈതൽ സംസാരിക്കുകയാണ്. ആ പൈതലാണ് അത്ര അവിടുത്തെ സാക്ഷി. മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, അവരുടെ കുടുംബത്തിൽപ്പെട്ട സാക്ഷി പറഞ്ഞു, ഈ പൈതൽ പറഞ്ഞു അത്രേ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വസ്ത്രം കീറിയിരിക്കുന്നത് പിന്നിൽ നിന്നാണ് കീറിയിരിക്കുന്നതെങ്കിൽ അത് സുലൈഖ ചെയ്തതാണ്, അല്ല മുന്നിൽ നിന്നാണ് കീറിയിരിക്കുന്നതെങ്കിൽ അത് യൂസുഫിന്റെ കുതന്ത്രമാണ് അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ അവർ പരീക്ഷിച്ചപ്പോ യൂസുഫ് അലൈഹിസ്സലാമിന്റെ വസ്ത്രം കീറിയത് പിന്നിൽ നിന്നായിരുന്നു. അവർക്ക് ബോധ്യപ്പെട്ടു ഇത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ല ചെയ്തത്, സുലൈഖ ഒപ്പിച്ച പണിയാണ്. അപ്പോഴാണ് ഖീറത്തില്ലാത്ത, സ്വന്തം ഭാര്യ എന്ത് ചെയ്താലും ഉളുപ്പില്ലാത്ത ഭർത്താവ് ഈ മന്ത്രി പറഞ്ഞത്രേ, യൂസുഫ് അഅ്രിദ് അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബിക് ഇന്നകി കുൻതി മിനൽ ഖാതിഈൻ. രാജാവ് പറയാണ്, മന്ത്രി പറയാണ്, സ്വന്തം ഭാര്യ എല്ലാ തെളിവോടും കൂടെ ഇത്രയും നികൃഷ്ടമായ ഒരു കാര്യം ചെയ്തിട്ട് ഉളുപ്പില്ലാത്ത ഖീറത്തില്ലാത്ത ഈ ഭർത്താവ് പറയാണ്, യൂസുഫ് അഅ്രിദ് അൻ ഹാദാ, യൂസുഫേ അത് മറന്നേക്ക്, ഇനി ആരോടും ഇത് പറയണ്ട, അത് മറന്നേക്ക് യൂസുഫേ, ഇനി ആരോടും പറഞ്ഞേക്കരുത്, ആരും അറിഞ്ഞ് നമ്മൾ വഷളാവേണ്ട. നീ ഇസ്തിഗ്ഫാർ ചൊല്ല്. സിമ്പിളായി വിട്ടേച്ചു. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇന്ന് സമൂഹത്തിൽ കുറെ ആൾക്കാരുണ്ട്. സ്വന്തം ഭാര്യ അന്യനായ ഒരുത്തന്റെ കൂടെ ഫോണിൽ കൊഞ്ചുന്നത് കണ്ടാലും അല്ല നേരിൽ കൊഞ്ചുന്നത് കണ്ടാലും അവർക്കതൊരു വിഷയമല്ല. ഇന്നത്തെ സൊസൈറ്റി അങ്ങനെയല്ലേ? ഇന്നത്തെ സൊസൈറ്റി അങ്ങനെയാണ്. അവൾ വളരെ സോഷ്യലാ. എന്ത് സോഷ്യൽ മോനെ? നിനക്കൊരു ശരീഅത്തുണ്ട്, നിനക്കൊരു റബ്ബുണ്ട്. ആ റബ്ബ് എന്താണോ പറഞ്ഞത് അതനുസരിച്ച് ജീവിക്കണം. അല്ലാതെ ഉളുപ്പില്ല അന്യനായ ഒരുത്തന്റെ കൂടെ ഫോണിൽ കൊഞ്ചുന്നത് കണ്ടാലും അല്ല നേരിൽ കൊഞ്ചുന്നത് കണ്ടാലും അവർക്കതൊരു വിഷയമല്ല. ഇന്നത്തെ സൊസൈറ്റി അങ്ങനെയല്ലേ? ഇന്നത്തെ സൊസൈറ്റി അങ്ങനെയാണ്. അവൾ വളരെ സോഷ്യലാ. എന്ത് സോഷ്യൽ മോനെ? നിനക്കൊരു ശരീഅത്തുണ്ട്, നിനക്കൊരു റബ്ബുണ്ട്. ആ റബ്ബ് എന്താണോ പറഞ്ഞത് അതനുസരിച്ച് ജീവിക്കണം. അല്ലാതെ ഉളുപ്പില്ലാത്ത ഭർത്താക്കന്മാരോ ഉളുപ്പില്ലാത്ത ഭാര്യമാരോ നാം ആവാൻ പാടില്ല. യൂസുഫ് അഅ്രിദ് അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബിക് ഇന്നകി കുൻതി മിനൽ ഖാതിഈൻ. അത് കഴിഞ്ഞു. മറ്റു മന്ത്രിമാരുടെ, രാജാവിന്റെ ഭാര്യമാരൊക്കെ ഈ സംഭവം എങ്ങനെയോ അറിഞ്ഞു. അവര് പറഞ്ഞു, സുലൈഖ ഇന്ന പണി ഒപ്പിച്ചിട്ടുണ്ട്, നാട്ടിലാകെ പാട്ടായി, അരമന രഹസ്യമാണെങ്കിലും അങ്ങാടിയിൽ പാട്ടായി. അപ്പോഴോ فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكئا وآتت كل واحدة منهن سكينا وقالت اخرج عليهن. ഈ സംഭവം അറിഞ്ഞപ്പോ രാജ്ഞി മറ്റു മന്ത്രിമാരുടെ ഭാര്യമാരെയൊക്കെ വിളിച്ചു, വലിയൊരു സദ്യ ഒരുക്കി. അവിടെ വന്നപ്പോ എല്ലാവർക്കും പ്രത്യേകമായ ഇരിപ്പിടങ്ങളും ഒരുക്കി എന്നാണ്. അവർക്കൊക്കെ പ്രത്യേകമായ ഫലങ്ങൾ കൊടുത്തു, പഴം കൊടുത്തു, എന്നിട്ട് കത്തിയും കൊടുത്തു. ഈ കത്തി കൊടുത്തിട്ട് ഇവർ പഴം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ, മുറിക്കുമ്പോ അവര് പറയാണ്, യൂസുഫേ അവരുടെ മുന്നിലൂടെ ഒന്ന് നടന്നു പോ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നടന്നുപോയി. فلما رأينه أكبرنه وقطعن أيديهن قلنا حاش لله ما هذا بشرا إن هذا إلا ملك كريم. സൗന്ദര്യം കണ്ടുകൊണ്ട് അതിൽ ആകൃഷ്ടരായിട്ട് ഈ ഭാര്യമാരൊക്കെ, മന്ത്രിമാരുടെ ഭാര്യമാരൊക്കെ സ്വന്തം വിരലുകൾ കട്ട് ചെയ്ത് കളഞ്ഞു, മുറിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹാഷറില്ല മാ ഹാദാ ബശറ, ഇതൊരു മനുഷ്യനല്ല, ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം, ഇത് ബഹുമാന്യനായ ഒരു മലക്കാണ്.
എന്നിട്ട് വിശാലമായ ചരിത്രമാണത്. എന്നിട്ട് അവർ പറയുകയാണ്, സുലൈഖ പറയുകയാണ്, നിങ്ങൾ കണ്ടില്ലേ ഇവന്റെ സൗന്ദര്യം? ഖുർആൻ പറയുന്നു, ഫസ്തഅസം, സുലൈഖ വാശി പിടിച്ചു, ഞാൻ ആഗ്രഹിച്ചത് നിറവേറ്റി തന്നില്ല എങ്കിൽ ജയിലിൽ അടക്കും, അവൻ നിന്ദ്യനാകും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി, അല്ലാഹുവേ, ഇവർ കൽപ്പിക്കുന്നതിനേക്കാളും എനിക്ക് ഉത്തമം ജയിലാണ്. അങ്ങനെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം ഉദ്ധരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു എന്ന് മുഫസ്സിറുകൾ പറയുന്നു. തെറ്റ് ചെയ്യാത്ത നിഷ്കളങ്കനായ നിരപരാധിയായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കോവർ കഴുതക്ക് മുകളിൽ കയറ്റിയിട്ട് അവിടുത്തെ കിങ്കരന്മാര് ചെണ്ട കൊട്ടി പെരുമ്പറ കൊട്ടിയിട്ട് വിളിച്ചു പറഞ്ഞു അത്രേ, ഇതാ രാജ്ഞിയെ വശീകരിക്കാൻ ശ്രമിച്ചവനെ ജയിലിലേക്ക് കൊണ്ടുപോകുകയാണ് എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കരയുമായിരുന്നു എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, തെറ്റ് ചെയ്യാത്ത നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആളുകളെ വിളിച്ചറിയിക്കാണ്. നീതി എവിടെ? ഇന്നും അങ്ങനത്തെ ഒരു ലോകത്താണ് നാമും ജീവിക്കുന്നത്. നീതിയില്ലാത്ത ഒരു ലോകത്ത് പുരോഗതി ഉണ്ടാവുക, അവിടെ അരാജകത്വമാണ് ഉണ്ടാകുക. ഇന്ന് വലിയ ആളുകൾ തെറ്റ് ചെയ്താൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ച പോലെ വലിയ ആളുകൾ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തവന് അവൻ വളരെ ഇന്നസെന്റ് ആണ്, ഗുഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അവന് കിട്ടും. പക്ഷേ പാവപ്പെട്ട ഒരുത്തൻ ചെയ്താലോ അവൻ 7 അടിക്കുള്ളിലാണ്. പക്ഷേ അള്ളാഹുവിന്റെ കോടതിക്കുള്ളിൽ നാം പറഞ്ഞല്ലോ, അനൽ മലിക്, അനൽ മലിക്. ആ മലിക്കിന്റെ മുമ്പിൽ അള്ളാഹു ഓരോരുത്തരെയും ചോദ്യം ചെയ്യും. ഓരോരുത്തരും നാളെ ഓരോരുത്തരായിട്ടാണ് റബ്ബിന്റെ മുമ്പിലേക്ക് വരിക, അള്ളാഹു ചോദ്യം ചെയ്യുക. ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ജീവിതത്തിൽ നമുക്ക് കുറെ ഇസ്ലാമികമായിട്ടുള്ള മൂല്യങ്ങൾ നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ 2 സംഭവങ്ങൾ നാം പറഞ്ഞു, ആസിയ ബിൻത് മുസാഹിം, യൂസുഫ് ഇബ്ൻ യാഖൂബ് അലൈഹിമസ്സലാം. ഇവർ 2 പേരും ദുനിയാവിലെ സുഖങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ തിരഞ്ഞെടുത്തത്. നമ്മൾ ഹറാമായൊരു കാര്യം കാണുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ TV തുറന്നു, ന്യൂസ് വെക്കാൻ വേണ്ടി TV തുറന്നപ്പോൾ ഒരു സ്ത്രീ TVയിൽ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പുരുഷൻ പ്രത്യക്ഷപ്പെട്ടു. അനുവദനീയമല്ലാത്ത ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമുക്കവിടെ TV ക്ലോസ് ചെയ്യാൻ സാധിക്കണം. ബിഇസ്സതിക വജലാലിക്, അല്ലാഹുവേ, ബിഇസ്സതിക വജലാലിക്, അല്ലാഹുവേ, നിന്റെ ഇസ്സത്തിന് വേണ്ടി ഞാനിതാ ക്ലോസ് ചെയ്യുന്നു TV. അങ്ങനെ പറയാൻ എനിക്കോ നിങ്ങൾക്കോ സാധിച്ചാൽ, നമ്മൾ അല്ലാഹുവിനോടൊരു കാര്യം ചോദിച്ചാൽ അല്ലാഹു അത് നൽകും. ഒരു പെണ്ണിനെ വഴിയിലൂടെ നടന്നു പോകുന്നത് കണ്ടാൽ ഹറാമ് കാട്ടിയാണ് അവൾ പോകുന്നത്. ആ പെണ്ണിനെ ആദ്യം നാം കണ്ടു, അത് കുറ്റകരമല്ല, നിവർത്തിയില്ല, അവിടെ നോക്കി തന്നെ നിൽക്കുക അനുവദനീയമല്ല. എങ്കിൽ അവിടെ അല്ലാഹുവേ, ഞാനും നീയുമായിട്ടൊരു കരാറുണ്ട്, അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല, എന്റെ കണ്ണ് തിരിക്കുന്ന നാഥ എന്ന് മനസ്സിൽ കരുതി നാം തിരിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ അവരുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അവരുടെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. 2 പേരും വളരെ സുദൃഢമായ സ്നേഹമായിരുന്നു, ബന്ധമായിരുന്നു. ഒരു ദിവസം കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചെറിയ പയ്യനാണ്. മുഫസ്സിറുകൾ പറയുന്ന പോലെ 9 or 10 വയസ്സായ കുട്ടിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ മോട്ടോർ സൈക്കിളിൽ കയറിയാൽ ബാക്കിൽ നിന്ന് കുട്ടികൾ പിടിക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. കഴുതപ്പുറത്ത് 2 പേരും കയറിയിട്ട്
അപ്പോഴാണ് ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വയറ്റത്ത് വെച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വലത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ലോകത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു റബ്ബി വസലാമുഹു അലൈഹി അവർ പറഞ്ഞു, മോനെ, യാ വലദി, മോനെ, തഅറഫ് ഇലല്ലാഹി ഫിർറഹാ യഅരിഫുക ഫിശ്ശിദ്ദ. മോനെ ഇബ്നു അബ്ബാസ്, തഅറഫ് ഇലല്ലാഹി ഫിർറഹാ, നിനക്ക് അനുഗ്രഹമുണ്ടാകുമ്പോ നീ അല്ലാഹുവിനെ ഓർക്കണം. നിനക്ക് ആരോഗ്യമുണ്ടാകുമ്പോ നീ അല്ലാഹുവിനെ ഓർക്കണം. നിനക്ക് സമ്പത്തുണ്ടാകുമ്പോ നീ അല്ലാഹുവിനെ ഓർക്കണം. എങ്കിൽ യഅരിഫുക ഫിശ്ശിദ്ദ, നിനക്ക് പ്രശ്നങ്ങൾ വരുമ്പോ, നിനക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അല്ലാഹു നിന്നെ ഓർക്കും മോനെ. റളിയല്ലാഹു തആല അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കറിയുമോ, മഹാനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി നിയോഗിക്കുകയാണ്. ഇറാഖിന്റെ വടക്ക് ഭാഗത്തുള്ള നീനവയിലേക്കാണ് നിയോഗിച്ചത്. ഇന്ന് നമ്മൾ പത്രത്തിലൊക്കെ സാധാരണ മൊസൂൾ കേൾക്കാറുണ്ട് അല്ലേ? പല സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പത്രത്തിന്റെ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചിലപ്പോൾ മൊസൂൾ ഉണ്ടാവാറുണ്ട്. ആ മൊസൂളിനടുത്തുണ്ടായിരുന്ന ഒരു പ്രാചീന നഗരമാണ് നീനവ. ഈ നീനവയിലേക്കാണ് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പ്രവാചകനായി നിയോഗിച്ചത്. അവിടുത്തെ ആളുകൾ എങ്ങനെ പ്രബോധനം ചെയ്തിട്ടും വിശ്വസിക്കുന്നില്ല. അവസാനം ഗത്യന്തരമില്ലാതെ ജനങ്ങളോട് ദേഷ്യം പിടിച്ചുകൊണ്ട് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോരുകയാണ്. അവർ വിചാരിച്ചു, ജനങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയാൽ അല്ലാഹു ദേഷ്യം പിടിക്കില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. ഖുർആൻ അവരെ പരിചയപ്പെടുത്തുന്നത് രസകരമായിട്ടാണ്. വദന്നൂൻ, മീൻകാരൻ. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പരിചയപ്പെടുത്തിയത് മീൻകാരൻ എന്ന് പറഞ്ഞിട്ടാണ്. വദന്നൂൻ, നൂൻ എന്ന് പറഞ്ഞാൽ മീൻ എന്നാണ്, അല്ലെങ്കിൽ തിമിംഗലം എന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങളുണ്ട്. തിമിംഗലക്കാരൻ, മീൻകാരൻ. വദന്നൂനി ഇദ് ദഹബ മുഗാദിബാ ഫظن അൻ ലൻ നഖദിറ അലൈഹി. നീനവായിൽ നിന്ന് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ദേഷ്യം പിടിച്ചുകൊണ്ട് തിരിച്ചുപോയി. അപ്പോഴോ അദ്ദേഹം ഒരു കപ്പലിൽ കയറി തിരിച്ചു പോരാൻ വേണ്ടി. കപ്പലിൽ കയറിയപ്പോ കപ്പൽ ഭാരം കൂടി. ഇങ്ങനെ ഭാരം കൂടിക്കഴിഞ്ഞാൽ അന്ന് അവർക്കൊരു ചര്യയുണ്ടായിരുന്നു. അവര് നറുക്കിടും. അത് ഖുർആൻ പറയുന്നുണ്ട്. നറുക്കിട്ട് ആർക്കാണോ നറുക്ക് കിട്ടിയത് അവനെ പിടിച്ചിട്ട് കടലിലേക്ക് വലിച്ചെറിയും. എല്ലാവരും ഒത്തുചേർന്നു നറുക്കെടുത്തു. യൂനുസ്, അവർ പറഞ്ഞു, ഓ യൂനുസ് നല്ല മനുഷ്യനാണല്ലോ, അങ്ങനെയൊന്നും ചെയ്യൂല്ലോ. രണ്ടാമതും നറുക്കെടുത്തു യൂനുസ്. മൂന്നാമതും നറുക്കെടുത്തു യൂനുസ്. അവരൊരുമിച്ച് കൂടി, യൂനുസ് തെറ്റ് ചെയ്തിട്ടുണ്ട്, യൂനുസിനെ പിടിച്ച് കടലിലേക്ക് വലിച്ചെറിയണം. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കൂട്ടരെ, എന്നെ എറിയേണ്ടതില്ല, ഞാൻ ചാടിക്കോളാം. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇരുളാണ്, ഇരുട്ടാണ്, രാത്രിയുടെ യാമങ്ങളാണ്. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം കടലിലേക്ക് ചാടേണ്ട താമസം. കടലിലേക്കല്ലത്രേ ചാടിയത്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫൽതഖമഹുൽ ഹൂത്, തിമിംഗലം വന്നുകൊണ്ട് അദ്ദേഹത്തിന് വായ കാണിച്ചു കൊടുത്തു. ഈ ചാടിച്ചെന്നത് തിമിംഗലത്തിന്റെ വായിലേക്കായിരുന്നു. ഫൽതഖമഹുൽ ഹൂത് വഹുവ മുലീം. അങ്ങനെ മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ദുലുമാത്തിൽ വെച്ച് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു, ഇരുട്ടുകളിൽ വെച്ച് വിളിച്ചു. എന്തൊക്കെയായിരുന്നു ആ ഇരുട്ടുകൾ? രാത്രിയായിരുന്നു, ഇരുട്ടാണ്, കടലാണ്, ഇരുട്ടാണ്, തിമിംഗലത്തിന്റെ, വലിയ തിമിംഗലത്തിന്റെ ഉള്ളിലാണ്, ഇരുട്ടിന്റെ ഇരുട്ടാണ്. ഈ ഇരുട്ടുകളിൽ നിന്ന് വിളിച്ചു. ഫനാജാ ഫിൽ ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, നീയല്ലാതെ ആരാധ്യനില്ല,
റബ്ബേ ഞാൻ അക്രമിയായി പോയിട്ടുണ്ട്. അദ്ദേഹം തിമിംഗലം, അദ്ദേഹത്തെ വിഴുങ്ങേണ്ട താമസം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ കടലിന്റെ ആഴിയിലേക്ക് അകത്തട്ടിലേക്ക് ഊളിയിട്ട് പോയി എത്രേ. അവിടെ ചെന്നപ്പോ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, കടലിലെ കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കുകയാണ്, മത്സ്യങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നത് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം കേൾക്കുകയാണ്, കടലിന്റെ അടിയിലെ സസ്യലതാദികൾ തസ്ബീഹ് ചൊല്ലുന്നത് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം കേൾക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത്, റബ്ബേ ഇവയൊക്കെ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നു, ഈ രാത്രിയിൽ ഇവയൊക്കെ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നു, ഈ മനുഷ്യനായ പ്രവാചകനായ യൂനുസ് നിന്നോട് തെറ്റ് ചെയ്യല്ല റബ്ബേ. അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദുആ കേൾക്കുമ്പോ, ഈ തസ്ബീഹ് കേൾക്കുമ്പോ മലക്കുകൾ റഹ്മത്തിന്റെ മാലാഖമാർ പറയുകയാണ്, അല്ലാഹ് ഹാദാ അബ്ദുൻ മഅറൂഫ് വസൗത്തുൻ മഅറൂഫ് മിൻ അർദിൻ ഗരീബ. അല്ലാഹുവേ ഇത് പരിചയമുള്ള ഒരടിമയുടെ ശബ്ദമാണല്ലോ, ഞങ്ങൾക്ക് പരിചയമുള്ള ഒരടിമയാണല്ലോ ഈ വിളിക്കുന്നത്, ഞങ്ങൾക്കറിയാത്ത അജ്ഞാതമായ ഏതോ ഭൂമിയിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. അള്ളാഹു പറഞ്ഞു അത്രേ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, അതെന്റെ അടിമ യൂനുസാണ് വിളിക്കുന്നത്, തിമിംഗലത്തിന്റെ ഉള്ളിൽ നിന്നാണ് വിളിക്കുന്നത്, കടലിന്റെ ആഴിയിൽ നിന്നാണ് വിളിക്കുന്നത്, യൂനുസാണത്. അപ്പൊ മാലാഖമാർ, റഹ്മത്തിന്റെ മാലാഖമാർ പറഞ്ഞത്രേ, അല്ലാഹുവേ അലാ തദ്കുറു അന്ന യൂനുസ് യദ്കുറുക ഫിദ്ദറ. അല്ലാഹുവേ യദ്കുറുക ഫിസ്സറ. അല്ലാഹുവേ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം അനുഗ്രഹമുണ്ടായിരുന്നപ്പോ, സന്തോഷമുണ്ടായിരുന്നപ്പോ നിന്നെ ഓർത്തിരുന്നല്ലോ, നിനക്ക് വേണ്ടി ആരാധനകൾ ചെയ്തിരുന്നല്ലോ, നിനക്ക് വേണ്ടി റബ്ബേ തസ്ബീഹ് ചെയ്തിരുന്നല്ലോ. അല്ലാഹു പറഞ്ഞു അത്രേ, ബലാ അതെ, ബലാ അതെ. അല്ലാഹുവേ അതുകൊണ്ട് നിന്റെ ബാധ്യതയല്ലേ അദ്ദേഹത്തെ ഇപ്പോൾ രക്ഷിക്കൽ, നിന്റെ ബാധ്യതയല്ല റബ്ബേ. അപ്പൊ അല്ലാഹു പറഞ്ഞത്രേ. മുഫസ്സിരീങ്ങൾ പറയുന്നു, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഹസൻ ബസരി അടക്കമുള്ള മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, അപ്പോഴാണത്രേ അല്ലാഹു പറഞ്ഞത്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. യൂനുസ് എങ്ങാനും ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത്, അനുഗ്രഹമുണ്ടായിരുന്ന കാലത്ത്, സുരക്ഷയുണ്ടായിരുന്ന കാലത്ത്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, നമുക്ക് തസ്ബീഹ് ചൊല്ലുന്ന ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളായിരുന്നില്ല എങ്കിൽ നമ്മൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ പോകില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം നമുക്ക് ആരാധനാ കർമ്മങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. യാ വലദി തഅറഫ് ഇലല്ലാഹി ഫിശ്ശിദ്ദ തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫുക ഫിശ്ശിദ്ദ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നിനക്ക് അനുഗ്രഹം ഉണ്ടാകുമ്പോ അള്ളാഹുവിനെ ഓർക്കണം, എങ്കിൽ നിനക്ക് പ്രയാസം വരുമ്പോ അള്ളാഹു നിന്നെ ഓർക്കും. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം തസ്ബീഹ് ചൊല്ലുന്ന, അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളായിരുന്നില്ല എങ്കിൽ ഈ തസ്ബീഹ് കൊണ്ട് നമ്മൾ രക്ഷിക്കുമായിരുന്നില്ല. പക്ഷേ അങ്ങനെയായിരുന്നു യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം. ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം. അല്ലാഹു തിമിംഗലത്തോട് കൽപ്പിക്കുകയാണ് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷിക്കാൻ. കരക്ക് പോയിട്ട് ഛർദ്ദിക്കുകയാണ്. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് അനുഗ്രഹം ഉണ്ടാകുമ്പോ അള്ളാഹുവിനെ ഓർക്കണം, നമുക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോ അള്ളാഹുവിനെ ഓർക്കണം. അല്ലാതെ അസുഖം പിടിച്ചു, ഡോക്ടറെ അടുത്ത് പോയി, ഒരുപാട് ചെക്കപ്പ് കഴിഞ്ഞു, അവസാനം ഡോക്ടർ പറഞ്ഞു ഇത് അസുഖം മറ്റേതാണ്. അറിയാലോ, നാട്ടുകാർ പറഞ്ഞ ശൈലിയാണ് ഞങ്ങളെ ഭാഗത്തൊക്കെ, ഇത് അസുഖം മറ്റേതാ. മറ്റേതെന്ന് പറഞ്ഞാല് ക്യാൻസർ ആണ് അല്ലേ. തുടങ്ങി പ്രാർത്ഥന, നമസ്കാരം, ഉദു ഇല്ലാത്തൊരു സമയമില്ല, കാര്യമില്ല. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. തസ്ബീഹ് ചൊല്ലുന്ന ആളായിരുന്നില്ല എങ്കിൽ അല്ലാഹു പറയുന്നു, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. ഖിയാമത്ത് നാൾ വരെ, അല്ല പുനർജന്മം നൽകപ്പെടുന്ന ദിവസം വരെ അദ്ദേഹം തിമിംഗലത്തിന്റെ ഉള്ളിൽ കിടക്കുമായിരുന്നു. ആര്? യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷേ തസ്ബീഹ് ചൊല്ലുന്ന ആളായിരുന്നു. നമുക്ക് അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഒരിക്കലും അള്ളാഹുവിനെ നാം മറന്നു പോകരുത്.
ഒരിക്കലും നാം മറന്നു പോകരുത്. സമയദൈർഘ്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞു. നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ വിചാരിക്കണ ആ പ്രയാസമൊന്നുമില്ല. നമ്മുടെ ഹൃദയം ഒന്ന് ക്ലീൻ ചെയ്യണം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതാണ്. നമ്മുടെ ഹൃദയം ഒന്ന് ക്ലീൻ ചെയ്യണം. അതിന്റെ ഏറ്റവും നല്ല മാർഗം എന്താ അറിയും? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം. നമ്മൾ തെറ്റൊരുപാട് ചെയ്തവരാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം. അതേക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നൊരു കാലം. അങ്ങനെ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല തുടക്കത്തില്, നീ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നതിലല്ല കാര്യം, അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നതിലല്ല കാര്യം. അള്ളാഹു നിന്നെയും എന്നെയും ഇഷ്ടപ്പെടണം, അവിടെയാണ് കാര്യം. അങ്ങനെ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു റബ്ബി വസലാമുഹു അലൈഹി അവർ പറഞ്ഞു, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ യുനാദി ജിബ്രീൽ. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനെ അള്ളാഹു വിളിക്കും. എന്നിട്ട് പറയുമത്രേ, യാ ജിബ്രീൽ ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു. ഞാൻ ഇന്നാലിന്നവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്നാലിന്ന അഹ്മദ് ബിൻ അബ്ദുറഹ്മാൻ കാക്കാന്റെ മകൻ അഹ്മദിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു പറയുകയാണ്. ഓർക്കണം സഹോദരന്മാരെ ചെവി തുറന്ന് കേൾക്കണം. ആരാ പറയുന്നത്? നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്ന ജിബ്രീലിനോട്, യാ ജിബ്രീൽ ഇന്നി ഉഹിബ്ബു ഫുലാനൻ. ഞാൻ ഇന്നാലിന്ന അഹ്മദ് ബിൻ അബ്ദുറഹ്മാനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഫഅഹിബ്ബ, നീയും അവനെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ അവനെ ഇഷ്ടപ്പെട്ടു. ഫയുനാദി ഫീ അഹ്ലിസ് സമാ. ജിബ്രീൽ എന്നിട്ട് ആകാശലോകത്ത് വിളിച്ചു പറയുകയാണ്. ഏതാണ് ഈ ആകാശലോകം? മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇമാം തുർമുദി തന്റെ സഹീഹിൽ ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുന്നാ ജുലൂസൻ മഅ റസൂലില്ലാഹി ഫിൽ ബത്ഹ. ഞങ്ങൾ ഒരു ഗ്രാമപ്രദേശത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ഫമറത്ത് സഹാബ. അപ്പോൾ ഒരു മേഘം ഇങ്ങനെ കടന്നുപോയി. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു റബ്ബി വസലാമുഹു അലൈഹി അവർ ചോദിച്ചു, മാ ഹാദാ, ഇതെന്താണ് നിങ്ങൾക്കറിയുമോ? ഖുൽനാ അസ്ഹാബ്, അത് മേഘമാണ്. ഖാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ മുസുൻ, മുസുൻ എന്നും നിങ്ങൾ പറയാറുണ്ടോ? മുസുൻ എന്നും നിങ്ങൾ മേഘത്തിന് പറയാറുണ്ടോ? അതെ, വൽ മുസുൻ എന്നും പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, വൽ മആൻ, മആൻ എന്ന് നിങ്ങൾ പറയാറുണ്ടോ? ഫസകത്നാ, അപ്പോൾ ഞങ്ങൾ മിണ്ടാതിരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ നായകൻ, ഹബീബുൽ മഹ്ബൂബ്, സാദിഖുൽ മസ്ദൂഖ്, അല്ലദീ ലാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ. ലോകത്തിന്റെ നായകനായ, സത്യം മാത്രം പറഞ്ഞിട്ടുള്ള, എല്ലാവരുടെയും ഹബീബായ, റബ്ബിന്റെ ഹബീബായ ജിബ്രീലിന്റെ വഹയ് മുഖേന മാത്രം സംസാരിക്കുന്ന, ഗൈബ് സംസാരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അത്തദറൂൻ കം ബൈനകും വബൈനസ് സമാ. നിങ്ങൾക്കും ഈ ആകാശത്തിന്റെയും ഇടയിൽ എത്ര ദൂരമുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹുവും റസൂലിനും മാത്രമേ റസൂലെ അറിയുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മസീറത്തു 500 സന, 500 വർഷത്തെ യാത്രാ ദൈർഘ്യം ഈ ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തെ കൊണ്ട്. മുഹമ്മദ് മുസ്തഫ. ആരാ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ
സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ ഒന്നാം ആകാശത്തേക്ക് ഈ ഭൂമിയിൽ നിന്ന് മസീറത്തു 500 സന 500 വർഷത്തെ യാത്രാ ദൂരമുണ്ട്. എന്നിട്ട് ചോദിച്ചു, ഒന്നാം ആകാശത്ത് നിന്ന് രണ്ടാം ആകാശത്തേക്ക് എത്ര ദൂരമുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹു വറസൂലുഹു അഅലം. ഒന്നാം ആകാശത്തിൽ നിന്ന് രണ്ടാം ആകാശത്തേക്ക് എത്ര ദൂരമുണ്ട് നിങ്ങൾക്കറിയുമോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മസീറത്തു 500 സന 500 വർഷത്തെ യാത്രാ ദൈർഘ്യമുണ്ട്. അങ്ങനെ ഓരോ ആകാശവും ചോദിച്ചു. ഓരോ ആകാശവും അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു റബ്ബി വസലാമുഹു അലൈഹി അവർ പറഞ്ഞു, ഓരോ ആകാശത്തിന്റെയും ഇടയിൽ 500 വർഷത്തെ യാത്രാ ദൂരമുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു കടലുണ്ട്. അതിന്റെ അടിയും മുകളും തമ്മിലുള്ള യാത്രാ ദൂരം എന്ന് പറയുന്നത് മസീറത്തു 500 സന 500 വർഷത്തെ യാത്രാ ദൂരമാണ്. അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ സമാനിയത്ത് ഔആൽ, ഈ ഔആലിനെ കുറിച്ച് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അത് ഒരു തരത്തിലുള്ള മലക്കുകളാണ്. അവർ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് മസീറത്തു 500 സന 500 വർഷത്തെ യാത്രാ ദൂരമാണ്. അതും കഴിഞ്ഞ് അർശുർ റഹ്മാൻ, അതിന്റെ മുകളിലാണ് റബ്ബിന്റെ അർശ്. അത് കഴിഞ്ഞ് അതിന്റെയും എത്രയോ മുകളിലാണ് കുർസിയുർ റഹ്മാൻ, റബ്ബിന്റെ കുർസി. അവിടെയാണ് അല്ലാഹു ഉള്ളത്. അല്ലാഹു അവിടെ നിന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആകാശവും ഭൂമിയും എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ലാ യഖ്ഫാ അലൈഹി ശൈഅ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന് ഒന്നും അവ്യക്തമല്ല, എല്ലാം പകൽ വെളിച്ചം പോലെ അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? എന്താണ് ആകാശമെന്ന്? ഇന്ന് മോഡേൺ സയൻസ് 7 ലെയേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്നും സംസാരിക്കാൻ സമയമില്ല. ഈ 7 ലെയേഴ്സ് ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ ഈ അറ്റ്മോസ്ഫിയറിന്റെ ഈ ഒന്നാം ആകാശത്തെ ലെയേഴ്സ് ആണത്. അല്ലാതെ ആകാശങ്ങൾ എന്ന് പറയുന്നത് മസീറത്തു 500 സന. എവിടെയാണ് ആകാശങ്ങൾ? എവിടെയാണ് അർശ്? എവിടെയാണ് കുർസി? എവിടെയാണ് സിദ്റത്തുൽ മുൻതഹ? എവിടെയാണ് സ്വർഗം? ഇതൊക്കെ ഒരു ലോകമാണ്. നാം ചെറിയ ജീവികളായ മനുഷ്യന്മാർക്ക്, നമ്മുടെ ഈ ചെറിയ ബുദ്ധിക്ക് അത് രൂപപ്പെടുത്താൻ പോലും സാധ്യമല്ല. അതാണ് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ്. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ഒരുപാട് ലോകം സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ഇതാണ് ആകാശലോകം. ഈ ആകാശ ലോകത്തെ കുറിച്ച് മറ്റൊരു ഹദീസിൽ ഇമാം തുർമുദി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തത്തിസ്സമാ വഹഖ ലഹാ അൻ തഉത്, ആകാശം ഭാരമേറിയിരിക്കുന്നു, ആകാശങ്ങൾ ഭാരമേറിയിരിക്കുന്നു. വഹഖ ലഹാ അൻ തഉത്, സ്വാഭാവികമായും അത് ഭാരമേറും. കാരണം എന്താ? മാ ഫീഹാ موضع 4 أصابع إلا وملك واضع جبهته ساجدا فيها لله تعالى. ഇത്രയും വിശാലമായ ആകാശത്ത് ഈ 4 വിരലുകൾ വെക്കാനുള്ള സ്ഥലം ബാക്കിയില്ല. ഒരു മലക്കവിടെ സാഷ്ടാംഗം ചെയ്തിട്ടല്ലാതെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു റബ്ബി വസലാമുഹു അലൈഹി. അതാണ് റബ്ബിന്റെ ലോകം, അതാണ് റബ്ബിന്റെ മലക്കുകൾ. അവിടെയാണ് ജിബ്രീൽ വിളിച്ചു പറയുന്നത്. വയുനാദി ഫീ അഹ്ലിസ് സമാ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശ ലോകത്ത് വിളിച്ചു പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു. കിന്നാലിന്ന അബ്ദുറഹ്മാൻ കാക്കാന്റെ മകൻ അഹ്മദിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും മലക്കുകളെ ഇഷ്ടപ്പെടണം. ഈ അഹ്മദ് ചിലപ്പോ ആസ്പത്രിയിലേക്ക് പോകുകയാവാം, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പോകുകയാവാം, അല്ലെങ്കിൽ കമ്പനിയിലേക്ക് ഡ്യൂട്ടിക്ക് പോകുകയാവാം. അപ്പോഴാണ് അല്ലാഹു ജിബ്രീലിനെ വിളിച്ചു പറയുന്നത്, ഇന്നല്ലാഹ യുഹിബ്ബു ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ. അവിടെ അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാം, ഇന്ന ലില്ലാഹി മലായികതൻ മുൻദു അൻ ഖുലിഖ
ഇലാ അൻ യുൻഫഖ ഫിസ്സൂർ വഹും ഖായിമൂൻ. അല്ലാഹുവിന് ഒരുപാട് മലക്കുകളുണ്ട്. സൃഷ്ടിപ്പ് മുതൽ ഖിയാമത്ത് നാൾ വരെ യുൻഫഖു ഫിസ്സൂർ, ഖിയാമത്ത് നാൾ വരെ അവർ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, അല്ലാഹുവിന് ഭവ്യത അർപ്പിച്ചുകൊണ്ട്. ഇന്ന ലില്ലാഹി മലായികതൻ മുൻദു അൻ ഖുലിഖ ഇലാ അൻ യുൻഫഖ ഫിസ്സൂർ വഹും റാകിഊൻ. അങ്ങനെ റുകൂഅ ചെയ്യുന്ന കുറേ മലക്കുകൾ. വഇന്ന ലില്ലാഹി മലായികതൻ മുൻദു അൻ ഖുലിഖു ഇലാ അൻ യുൻഫഖ ഫിസ്സൂർ വഹും സാജിദൂൻ. ഇങ്ങനെ സുജൂദ് ചെയ്യുന്ന കോടാനകോടി മലക്കുകൾ. അല്ലാഹുവിന്റെ റസൂൽ ബൈത്തുൽ മഅമൂറിനെ കുറിച്ച് പറഞ്ഞു. എന്താ ബൈത്തുൽ മഅമൂർ? ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത് നമ്മുടെ കഅബയുണ്ടല്ലോ, നാം ഹജ്ജ് ചെയ്യാൻ പോകുന്ന, നാം തവാഫ് ചെയ്യാൻ പോകുന്ന, ഉംറ ചെയ്യാൻ പോകുന്ന കഅബ. ഈ കഅബയോട് തുല്യമായി ആകാശലോകത്ത് മലക്കുകൾക്ക് ഉംറ ചെയ്യാൻ, മലക്കുകൾക്ക് ഹജ്ജ് ചെയ്യാൻ, മലക്കുകൾക്ക് തവാഫ് ചെയ്യാൻ, നമസ്കരിക്കാനുള്ള ഗേഹമാണ് ബൈത്തുൽ മഅമൂർ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു റബ്ബി വസലാമുഹു അലൈഹി അവർ പറഞ്ഞു, അൽ ബൈത്തുൽ മഅമൂർ യുദ്ഖിലു ഫീഹി കുല്ല യൗമിൻ 70,000 മലക് ഫയുസല്ലൂൻ വയഖ്റുജൂൻ വലാ യുഈദൂൻ. ബൈത്തുൽ മഅമൂറിൽ അല്ലാഹു ലോകം സൃഷ്ടിച്ച അന്ന് മുതൽ ഒരു ദിവസം 70,000 മലക്കുകൾ, 70,000 മലക്കുകൾ ഒരു ദിവസം അവിടെ വരും. അവര് നമസ്കരിക്കും, തവാഫ് ചെയ്യും, മറ്റു ആരാധനകൾ ചെയ്യും. ഫയഖ്റുജൂൻ, അങ്ങനെ പുറത്തു പോകും. സുമ്മ ലാ യഊദൂൻ. മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു റബ്ബി വസലാമുഹു അലൈഹി. അല്ലാഹു അക്ബർ. എവിടെയാണ് സഹോദരന്മാരെ, സഹോദരിമാരെ അല്ലാഹുവിന്റെ മലക്കുകളുടെ ലോകം നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമോ? ഇനിയും ഒരുപാട് ഹദീസ് നമുക്കറിയുന്നത് തന്നെ ഉദ്ധരിക്കാനുണ്ട്, സമയം. ഇതാണ് അല്ലാഹുവിന്റെ ആകാശലോകം. സുജൂദ് ചെയ്യുന്ന മലക്ക് അവന്റെ ഹൃദയത്തിൽ സ്വലവാത്തുല്ലാഹി അലൈഹി അഹ്മദ് ബിൻ അബ്ദുറഹ്മാൻ അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ ഗഫിർ ലഹു. അവൻ സ്വന്തം പിതാവുമായിട്ട് ഡോക്ടറെ കാണാൻ പോകുകയാണ്, ക്യാൻസർ ആയിട്ട്. ഈ മലക്ക് സാഷ്ടാംഗം ചെയ്യുന്ന മലക്ക് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ അഹ്മദിന്റെ പിതാവ് അബ്ദുറഹ്മാന്റെ അസുഖം നീ സുഖപ്പെടുത്തണേ നാഥാ. അല്ലാഹുമ്മ ശ്ഫി, അല്ലാഹുമ്മ ശ്ഫി വാലിദ, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ അർഹം. സുജൂദ് ചെയ്യുന്ന മലക്ക് പ്രാർത്ഥിക്കുകയാണ്, റുകൂഅ ചെയ്യുന്ന മലക്ക് പ്രാർത്ഥിക്കുകയാണ്, നമസ്കരിക്കുന്ന മലക്ക് പ്രാർത്ഥിക്കുകയാണ്, തവാഫ് ചെയ്യുന്ന മലക്ക് പ്രാർത്ഥിക്കുകയാണ്, ഹജ്ജ് ചെയ്യുന്ന മലക്ക് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു ഉത്തരം ചെയ്യാതിരിക്കും. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ആ ഹദീസിന്റെ അവസാനത്തിൽ, സുമ്മ യുക്തബു ലഹുൽ ഖബൂലു ഫിൽ അർദ്. ആകാശ ലോകത്തെല്ലാവരും അവനെ ഇഷ്ടപ്പെട്ടു. പിന്നെ അവന് ഭൂമിയിൽ അല്ലാഹു തൃപ്തി, സ്നേഹം എഴുതി വെക്കുകയാണ്. ലോകത്തിലെല്ലാവരും അവൻ ഇഷ്ടപ്പെടും. ഓ, അഹ്മദ് ബിൻ അബ്ദുറഹ്മാൻ നല്ല മനുഷ്യനാണല്ലേ, എന്തൊരു നല്ല മനസ്സാണ് അദ്ദേഹത്തിന്, എന്തൊരു നല്ല മനുഷ്യനാണ്. ഒരു പാർട്ടി ഉണ്ടാവുമ്പോൾ അദ്ദേഹത്തെ വിളിക്കാൻ ഞാനൊരു സമാധാനം ഉണ്ടാവില്ല. അതാണ് അല്ലാഹുവിന്റെ സ്നേഹം. ഇനി അല്ലാഹു ദേഷ്യം പിടിച്ചാലോ? അങ്ങനെയും ചില പഹയന്മാരുണ്ടാവുമല്ലോ. അല്ലാഹു ഇതേപോലെ ജിബ്രീലിനെ വിളിക്കും. യുനാദി ജിബ്രീൽ ഇദാ അബ്ഗദല്ലാഹു അബ്ദൻ യുനാദി ജിബ്രീൽ. ജിബ്രീലിനെ വിളിക്കും, എന്നിട്ട് പറയും അത്രേ, ഇന്നി ഉബ്ഗിദു ഫുലാനൻ ഫഅബ്ഗിദ്. ഞാൻ ഇന്നാലിന്ന അബ്ദുറഹ്മാൻ ബിൻ അബ്ദു സമദിനെ വെറുക്കുന്നുണ്ട്, അതുകൊണ്ട് നീയും വെറുക്കണം. അപ്പോ ഫയുനാദി ഫീ അഹ്ലി സമാ ഇന്നല്ലാഹ യുബ്ഗിദു ഫുലാനൻ ഫഅബ്ഗിദു. നിങ്ങളും അവനെ വെറുക്കണം, അല്ലാഹു അവനെ വെറുക്കുന്നുണ്ട്. എല്ലാവരും വെറുത്തു. പിന്നെ ഭൂമിയിൽ അവന് ബുഗ്ള്, ദേഷ്യം എഴുതപ്പെടുകയാണ്. ഹദീസിന്റെ അവസാനത്തിൽ കാണാം, ചില ആൾക്കാർ പറയില്ലേ, ചില പെണ്ണുങ്ങളൊക്കെ പറയും, എന്റെ അമ്മായിമാക്ക് ഏതായാലും കണ്ടുകൂടാ, വീട്ടിലുള്ള എന്റെ സഹോദരന്മാരുണ്ട് അവർക്ക് കണ്ടുകൂടാ, എന്തിനേറെ എന്റെ ഉമ്മാന്റെ അടുത്ത് ഞാൻ ചെന്നാ പോലും നല്ലൊരു വാക്ക് എന്റെ അമ്മ എന്നോട് പറയില്ല. ഞാൻ എന്താ ചെയ്യണം? ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ഞാൻ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്താ കാര്യം?
ഈ ഒരവസ്ഥ വരും. എങ്ങനെ വന്നാൽ അല്ലാഹു ദേഷ്യപ്പെട്ടാൽ, ഫയുബ്ഗിദു, അല്ലാഹു ദേഷ്യപ്പെട്ടാൽ ഫയുക്തബു ലഹുൽ ബുഗ്ദ് ഫിൽ അർദ്, ജനങ്ങളൊക്കെ അവനെ വെറുക്കും. ഇതാണ് സ്നേഹത്തിന്റെയും ദേശത്തിന്റെയും അടിസ്ഥാനം. നാം മനസ്സിലാക്കണം. ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഒന്നെണീറ്റ് തന്നെ ബുദ്ധിമുട്ടിലേക്ക് 2-3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇരിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അവരൊക്കെയാണ് കൂട്ടരെ നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നത്. ഇമാം ഷാഫിഈയും ഇമാം അഹ്മദ് ബിൻ ഹംബലും ഇമാം മാലിക്കും ഇമാം അബൂ ഹനീഫയും ഒന്നും ലോകത്ത് ജീവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നാം ദീൻ അറിയില്ലായിരുന്നു. അവരൊക്കെ മഹാരഥന്മാരിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹംബലി മദ്ഹബിന്റെ ഉപജ്ഞാതാവാണ്. മഹാനായ പണ്ഡിതന്മാരുടെ പണ്ഡിതനാണ്. സൂഫിയാക്കളുടെ സൂഫിയാണ്. അദ്ദേഹം ഒരു യാത്ര പോയി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പോ ഇന്ന് നമ്മൾ മസ്ജിദുൽ ഹറമൈനിലെ ഇമാമുമാർ നമുക്കറിയാം. അബ്ദുറഹ്മാൻ അസുദൈസി, അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി, ഇവരൊക്കെ വന്നാൽ നമ്മൾ സലാം ചൊല്ലും. കാരണം എന്താണ്? ടിവിയിൽ നമ്മൾ കാണുന്നവരാ, മുഖപരിചയമുണ്ട്. സലാം അലൈക്കും ഷെയ്ഖ്, കൈഫ് ഹാലക്, ശു അഖ്ബാറക്. കാരണം എന്താ? ടിവിയിൽ നമ്മൾ കണ്ട് പരിചയമുണ്ട്, നേരെ കണ്ട പോലെ. ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് വന്നാല് നേരെ ചെന്ന് കുട്ടി പോലും സലാം ചൊല്ലും. കാരണം എന്താണ്? ടിവിയിൽ കണ്ട് പരിചയമുണ്ട്. അന്ന് കാലത്ത് ടി വി ഇല്ലല്ലോ. മഹാനായ പണ്ഡിതനാണ് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തെ ആർക്കും മുഖപരിചയമില്ല. അദ്ദേഹത്തിന്റെ വലിയ വലിയ ഒരുപാട് വാള്യങ്ങളുള്ള കിതാബുകൾ ധാരാളം ആളുകൾ പാരായണം ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട്, മസ്അല പഠിക്കാറുണ്ട്. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഒരു യാത്ര പോയപ്പോ ഒരു വിദൂരമായ സ്ഥലത്തെത്തിയപ്പോ ഇശാ നമസ്കാരം കഴിഞ്ഞു, ജമാഅത്ത് കഴിഞ്ഞു. മിസ്കീനായ മനുഷ്യനാണ്, പണ്ഡിതനാണെങ്കിലും മിസ്കീനായ മനുഷ്യനാണ്. വാടക കൊടുത്ത് റൂമൊന്നും കൊടുക്കാനുള്ള പൈസ ഇല്ല. പള്ളി കടന്നിറങ്ങാൻ വേണ്ടിയിട്ട് സ്വന്തം കയ്യിലുള്ള ഭാണ്ഡം കരക്കിങ്ങനെ വെക്കാൻ പോകുക. വാച്ച്മാൻ വന്നു, പക്ഷേ ഗും എണീക്കണം, ഇവിടെ കിടക്കാൻ പറ്റൂല, ഇത് പള്ളിയാണ്, ഇവിടെ കിടക്കാൻ പറ്റൂല, പുറത്തു പോകണം. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഹൗദിന്റെ ഭാഗത്ത് പോയി അവിടെ കിടക്കാൻ ശ്രമിച്ചു. ഉള്ളിലെ വാതിലൊക്കെ പൂട്ടിയിട്ട് നാത്തൂർ, അത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, നാത്തൂർ വന്നു. ഷേഖ് ഗും ബറ, കിടക്കാൻ പറ്റൂല, അത് പള്ളിന്റെ ഭാഗമാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ വിദൂരമായ ഈ സ്ഥലത്ത് പള്ളിയുടെ ഉമ്മരപ്പടി വന്നിരുന്നു. ഇയാള് മെയിൻ ഗേറ്റ് പൂട്ടിയിട്ട് വന്നു. കാലുകൊണ്ടൊരു തട്ടി അഹ്മദ് ബിൻ ഹംബലിനെ റഹിമഹുല്ലാഹ്, എന്നിട്ട് 2 കാല് പിടിച്ച് വലിച്ചിട്ട് റോട്ടിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ വയസ്സാ, ഇവിടെ നിൽക്കാൻ പറ്റൂല, ഇത് പള്ളിയാണ്, പള്ളിയുടെ ഗ്രൗണ്ടാണ്, പുറത്തു പോകണം. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഈ ഭാണ്ഡവും തലക്ക് വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്, ദിക്ർ ചൊല്ലിയിട്ട്. അപ്പോഴാണ് പള്ളിന്റെ അടുത്ത് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉള്ള പോലെ ഒരു മഹ്ബസ് നടത്തുന്ന, റൊട്ടിക്കട നടത്തുന്ന ഹബ്ബാസ്, റൊട്ടിക്കടക്കാരൻ വന്നു. ഒരു വയസ്സനായ വലിയ നീണ്ട വെളുത്ത താടിയുള്ള ഈ പാവ മനുഷ്യൻ ഇവിടെ കിടക്കുകയാണല്ലോ, പൊടി പുരണ്ട്. കൈ പിടിച്ചിട്ട് സലാം അലൈക്കും, വലൈക്കും അസ്സലാം യാ ഷെയ്ഖ് ഫദ്ൽ. ഷെയ്ഖിനെ വിളിച്ച്, വയസ്സനെ വിളിച്ച് കൈ പിടിച്ച് കൊണ്ടുപോയി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരനാണ്? ഞാൻ അങ്ങ് ദൂരെന്ന് വരികയാണ്, എന്നാൽ എന്റെ കൂടെ എന്റെ മഹ്ബസിൽ, എന്റെ റൊട്ടിക്കടയിൽ കടന്നോളൂ, ബാങ്ക് കൊടുക്കണവരെ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ സമ്മതിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ പോയി റൊട്ടിക്കടയിൽ ചെന്ന് ഇരുന്നു. റൊട്ടിക്കടക്കാരൻ ഇമാം അഹ്മദിനെ കണ്ടത് മുതൽ സലാം ചൊല്ലി അല്പം എന്തോ സംസാരിച്ചു. അത് മുതൽ അവിടുന്ന് അങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്
സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹു അക്ബർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ദീർഘമായ നേരം ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഖബ്ബാസ്, ഈ റൊട്ടിക്കടക്കാരൻ. മഹാനായ പണ്ഡിതൻ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അത്ഭുതപ്പെട്ടു. ഇയാള് റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി കുഴക്കാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് മേടാണ്, ഇതിങ്ങനെ പരത്താണ്. അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ് റബ്ബി ഇന്നി അതൂബു ഇലൈഹി. ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക തന്നെ. അദ്ദേഹം ക്ഷീണിക്കുന്ന ഒരു ഘട്ടം തന്നെ കാണുന്നില്ല. മണിക്കൂറുകളോളം ചൊല്ലി സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ചോദിച്ചു, മുൻദു മതാ അൻത ഫീ ഹാദൽ ഹാൽ യാ ഖബ്ബാസ്, എന്ന് മുതലാണ് റൊട്ടിക്കാരാ, എന്റെ സഹോദര, നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായത്? ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. മുൻദു അറഫ്തു നഫ്സി, എന്നെ ഞാൻ അറിഞ്ഞത് മുതൽ, എന്നെ ഞാൻ മനസ്സിലാക്കിയത് മുതൽ, അന്ന് മുതൽ ഞാൻ ഇങ്ങനെയാണ്. അതെന്നാണ് നീ മനസ്സിലാക്കിയത്, നിങ്ങൾ മനസ്സിലാക്കിയത്? മിൻ സമാൻ, ഒരുപാട് കാലമായിട്ട് എന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഒരു പണ്ഡിതന്റെ ചോദ്യം ചോദിക്കുകയാണ്. ഈ സംഭവങ്ങൾ മറന്നാലും ശരി, ഈ ക്വസ്റ്റ്യനും ആൻസറും മറക്കാൻ പാടില്ല. എന്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ പറയാണ്, ഈ ചരിത്രമോ സ്റ്റോറിയോ മറന്നാലും ശരി, ഈ ക്വസ്റ്റ്യനോ ആൻസറോ മറക്കാൻ പാടില്ല. മഹാനായ പണ്ഡിതന്മാരുടെ പണ്ഡിതൻ അഹ്മദ് ബിൻ ഹംബൽ ചോദിച്ചു, യാ അഖി മാദാ വജദ്ത മിൻ ബറകതി ദിക്രിക ലില്ലാഹ്, നീ അല്ലാഹുവിനെ ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഫലമായിട്ട് നിനക്ക് എന്താണ് ലഭിച്ചത്? ആഖിറത്തിൽ അദ്ദേഹം രക്ഷപ്പെടുമെന്ന് അഹ്മദിനറിയാം റഹിമഹുല്ലാഹ്. നിനക്ക് എന്താണ് ഇതുവരെ ഇവിടെ ലഭിച്ചത്? മാദാ വജദ്ത ബിബറകതി ദിക്രിക ലില്ലാഹ്. ഖബ്ബാസ് റൊട്ടിക്കാരൻ പറയാണ്, യാ ശൈഖ് മാ ദഅഉതുല്ലാഹ ദഅവതൻ ഇല്ലാ അജാബനില്ലാഹു ഇയ്യാ. അല്ലാഹു അക്ബർ. ഞാൻ അല്ലാഹുവിനോട് ഒരു ദുആയും ദുആ ചെയ്തിട്ടില്ല, അല്ലാഹു ഉത്തരം ചെയ്യാത്ത ഒരു ദുആയും അല്ലാഹുവിനോട് ഞാൻ ചെയ്തിട്ടില്ല. എന്റെ എല്ലാ ദുആക്കും അല്ലാഹു ഉത്തരം ചെയ്തിട്ടുണ്ട്. അല്ലാഹു അക്ബർ. അഹ്മദ് ബിൻ ഹംബൽ തിരിച്ചു ചോദിക്കുന്നു, മാ ദഅൗത അല്ലാഹ ദഅവതൻ മാ അജാബക അല്ലാഹു ഇയ്യാ. ഒരു ദുആയും അല്ലാഹു ഉത്തരം ചെയ്യാതെ ഇല്ലേ? ഒരു ദുആയില്ല. വീണ്ടും ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖബ്ബാസ് പറയാണ്, ഇല്ല ദഅവതൻ വാഹിദ, ഒരു ദുആ മാത്രമുണ്ട്. ഏതാണ് ആ ദുആ? ഒന്ന് പറയാൻ പറ്റുമോ? ഖബ്ബാസ് പറയുന്നു, ഇന്നി ദഅൗതുല്ലാഹ അൻ യുരിയനി അഹ്മദ് ബിൻ ഹംബൽ. ഇന്നി ദഅൗതുല്ലാഹ അൻ യുരിയനി അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് വഅന അൻതദിറുൽ ഇജാബ. ഞാൻ അല്ലാഹുവിനോട് കുറെ കാലമായിട്ട് മഹാനായ പണ്ഡിതൻ അഹ്മദ് ബിൻ ഹംബലിനെ റബ്ബേ ഒന്ന് കാണിച്ചു തരണേ എന്ന് ദുആ ചെയ്യാറുണ്ട്. പക്ഷേ ആ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്തിട്ടില്ല. ഞാൻ ആ ദുആയുടെ ഉത്തരം പ്രതീക്ഷിച്ചു വിളിക്കുകയാണ്. അപ്പോഴാണ് അഹ്മദ് ബിൻ ഹംബൽ പറയുന്നു, ഹാ ഹുവല്ലാഹ് ഹാ ഹുവല്ലാഹ് ഹാ വല്ലാഹ് جاء بك بأحمد بن حنبل يجر من رجليه إلى مخبزك إذا الله നീ തസ്ബീഹ് ചൊല്ലുന്ന അല്ലാഹ്, നീ തക്ബീർ ചൊല്ലുന്ന അല്ലാഹ്, നീ തഹ്മീദ് ചെയ്യുന്ന ആ അല്ലാഹു ഇദാ അഹ്മദ് ബിൻ ഹംബലിന്റെ രണ്ട് കാലും പിടിച്ചുകൊണ്ട് നിന്റെ മഖ്ബസിലേക്ക് കൊണ്ടുവന്നിട്ട് തന്നിരിക്കുന്നു. അല്ലാഹു അക്ബർ. ഇതാണ് അല്ലാഹു. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ.
അല്ലാഹുവിനെ ആരെങ്കിലും ഭരമേൽപ്പിച്ചാൽ, അല്ലാഹുവിനെ ആരെങ്കിലും തഖ്വ ചെയ്യേണ്ട പോലെ തഖ്വ ചെയ്താൽ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹു അവന് മഖ്റജ് കാണിച്ചു കൊടുക്കും. അവിടെ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അല്ലാഹുവാണ് ചെയ്തു തരുന്നത്. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ ദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സമയം ദീർഘിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമ്മൾ